പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് പോസ്റ്റർ ഡിസൈനർ ആനന്ദ് രാജേന്ദ്രൻ. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്, ആളെ പരിചയപ്പെടുമ്പോൾ നമ്മളൊരു പുതിയ മേഖല കൂടിയാണ് പരിചയപ്പെടുന്നത്, ശ്രീ ആനന്ദ് രാജേന്ദ്രൻ. നമ്മളെല്ലാവരും സിനിമകൾ കണ്ടിട്ടുണ്ടാവും. സിനിമകൾക്ക് ഒരു വിസിറ്റിംഗ് കാർഡായി പ്രവർത്തിക്കുന്നത് അതിൻ്റെ പോസ്റ്ററുകളാണ്. നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരുപാട് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ആനന്ദ് രാജേന്ദ്രൻ. നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് എമ്പുരാനാണ്. അതെ, എമ്പുരാന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലൂസിഫറിന്റെയും പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ആനന്ദ് തന്നെയാണ്. അതെ അതെ. എമ്പുരാന്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എംപുരാൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ലൂസിഫറിൽ സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ലൂസിഫറിൻ്റെ പോസ്റ്ററുകളൊക്കെ അന്നത്തെ കാലത്ത് അല്പം ശ്രദ്ധ കിട്ടിയ പോസ്റ്ററാണ്. അപ്പോൾ അതിന് കുറച്ച് ഈ പറയുന്ന പോലെ ഒരുപാട് ഈ ഗിമ്മിക്സുകളൊന്നും കാണിക്കാത്ത വളരെ ലൈവായിട്ടുള്ള പോസ്റ്ററുകളാണ് ലൂസിഫറിന് ആവശ്യം. അതായത് നമ്മൾ എക്സ്ട്രാ ഒന്നും ഇടുന്നില്ല. കാര്യം അത് സിനിമ എന്നാൽ വേറൊരു രീതിയിൽ ചിന്തിക്കും ആൾക്കാർ. വേറൊരു മാസ് മസാല പടം പോലെ നമുക്ക് ആക്കാൻ പറ്റും. പക്ഷെ അത് വേണ്ടെന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഡയറക്ടർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ മോഡൽ തന്നെയാണ് എമ്പുരാനും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഒരു അനാവശ്യമായിട്ടുള്ള കുത്തിക്കയറ്റുകളില്ലാത്ത പോസ്റ്ററുകൾ ഈ എമ്പുരാനിലുണ്ടായത്. കാരണം അത് നമുക്ക് പ്രേക്ഷകർ ചിലപ്പം വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ഇത് സ്റ്റാറ്റിക്കാണ്, നമ്മളിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഈ പരിപാടിയൊന്നും സിനിമയിലില്ലല്ലോ എന്ന് പറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടീം എല്ലാവരും ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ലൈവായിട്ടുള്ള പോസ്റ്ററുകളാണ് നമ്മൾ എമ്പുരാന് ചെയ്തത്. ലൂസിഫറിൽ എല്ലിനായിരുന്നു പ്രാധാന്യമെങ്കിൽ എമ്പുരാനിൽ 2 A ചുവന്ന് നിൽക്കുന്നു. അത് സിനിമ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ. എന്തുകൊണ്ട് എല്ലിന് അഭിമുഖീകരിച്ച് അക്ഷരങ്ങൾ ഫ്ലിപ്പായി നിൽക്കുന്നു, എന്തുകൊണ്ട് എമ്പുരാനിലെ 2 A ചുവന്നിരിക്കുന്നു എന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മളൊരു ക്യൂരിയോസിറ്റി, ഒരു തിയറി ഉണ്ടാക്കുന്നതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം തിയറികൾക്കും അത്തരം ഊഹങ്ങൾക്കും വേണ്ടി ഞാനത് വിട്ടു നൽകി. തീർച്ചയായും അത് കണ്ട് മനസ്സിലാക്കിയാൽ മതിയുള്ളത്. ഒരു സിനിമ കാണൽ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ മുമ്പ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആണ് തുടങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഇതുപോലെ വളരെ ബജറ്റിൽ നിർമ്മിക്കുന്ന സിനിമകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്യാരക്ടർ റിലീസ് പോസ്റ്റർ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റർ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് അത് മുതൽ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, നമ്മളിത് മൊത്തത്തിൽ പോസ്റ്റർ തുടങ്ങുന്നത് അതിൻ്റെ ടൈറ്റിൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെറേറ്റീവ് നമുക്ക് കിട്ടും. കഥ എങ്ങനെയാണ്, ഇത് ഇവിടെ ഇന്ന സ്ഥലങ്ങളിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഇത്തരം കഥാപാത്രങ്ങളുണ്ടാവും, കഥ ഫുൾ പറഞ്ഞു തരും. ഇതെന്താ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കളർ ടോൺ നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഏത് പ്രദേശത്താണ് നടക്കുന്നത് അനുസരിച്ചാൽ നമുക്ക് അതിൻ്റെ കളർ ടോൺ കൊണ്ടുവരാം. ഇതിൽ ഡാർക്ക് കൊണ്ടുവരാം, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളർഫുൾ കൊണ്ടുവരാം. ഇതൊക്കെ അത് കഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഈ കിട്ടുന്ന ടൈറ്റിലും ഈ സിനിമയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമകളിലായിരിക്കും ഏറ്റവും കൂടുതൽ കഥയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരുപാട് ടൈറ്റിൽസ് അങ്ങനെ ചെയ്യുന്നത്. പുറത്ത് വെസ്റ്റേണിലോട്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും കാര്യങ്ങൾ. ഒരുപാട് നമ്മൾ ഈ കയറ്റുന്ന പോലെ അവർ കയറ്റാറില്ല. അത്രയും ഡിഫറൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ടൈറ്റിലിങ്ങിലാണ്. ടൈറ്റിൽ നമ്മൾ കുറേ സ്കെച്ച് ചെയ്യും, ഈ കഥയിൽ ചില എലമെൻറ്റ്സ് അതിൽ കൊണ്ടുവരും. അത് ഫസ്റ്റ് പ്രോസസ്സ്. അത് ഓക്കെ ആവും. ടൈറ്റിൽ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിഷ്യലി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈ പറയുന്ന പോലെ 2 രീതിയിൽ നമ്മൾ ചെയ്യും. ഒന്ന്, ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് നല്ല നായകനെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. രണ്ടാമത്തത് വളരെ ലൈവായിട്ട് ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ എടുക്കുന്ന ഫോട്ടോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പോസ്റ്റർ ചെയ്യും. പിന്നെ ഈ പറയുന്ന പോലെ മിനിമൽ കോൺസെപ്റ്റുകൾ വെച്ചിട്ട്, ഇതൊന്നും അല്ലാത്ത നമ്മുടെ തന്നെ ഭാവനയിൽ ഉണ്ടാക്കുന്ന എലമെൻറ്റ്സ് വെച്ചിട്ടൊരു പോസ്റ്റർ നമുക്ക് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് പരിപാടികൾ. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലോട്ട് ഇറങ്ങുക. ഈ സിനിമ ഒരു ഡയറക്ടർ എങ്ങനെ കാണുന്നു അതേപോലെ നമ്മൾ ഡിസൈനർ എന്ന നിലയിൽ ഈ സിനിമയുടെ എല്ലാം നമ്മളും അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഇതിൽ ഏത് പോസ്റ്റർ ചെയ്യണം,
ഏത് വിടണം ഏത് വിട്ടുകൂടാ എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്കും ഉണ്ടാവണം. നമ്മൾ ചെയ്തതിന് ശേഷം ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോയി, അവരുടെ ടൈം വേസ്റ്റ് ആയി. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊരു പാട്ട് പരിപാടി കൂടിയാണ്. നമുക്കൊരു പാട്ട് കേട്ടുകൊണ്ട് തുടർന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ഏത് പാട്ട് പറയും? എമ്പുരാനാണല്ലോ ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ എമ്പുരാനിലെ കവലായി ചേകവർ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. ഭയങ്കര സോഫ്റ്റായിട്ട് ആ സിനിമയിൽ നെടുമ്പള്ളി കാണിക്കുമ്പം ഇടുന്ന ഒരു സോങ്ങാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. തീർച്ചയായും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ ഡിസൈനിങ് രംഗത്തേക്ക് വരുന്നത്, പ്രത്യേകിച്ച് പോസ്റ്റർ ഡിസൈനിങ് രംഗത്തേക്ക് വരുന്നത്, താങ്കൾ തുടക്കം മുതലേ പോസ്റ്റർ എന്ന് പറയുന്ന കാര്യത്തിനോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫാൻ ബോയ് ആയിട്ട് തുടങ്ങിയതാണ്. ഫാൻ ബോയ് പോസ്റ്റേഴ്സിൽ നിന്നാണ് താങ്കൾ തുടങ്ങുന്നത്. ഈ ഫാൻ ബോയ് പോസ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഏത് പ്രായത്തിലാണ് അത് ചെയ്യുന്നത്? ആ സമയത്ത് വീട്ടുകാരെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? വീട്ടുകാർ അന്നത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കമ്പ്യൂട്ടർ പരിപാടികളൊക്കെ ഓരോ വീട്ടിലും വരുന്ന കാലഘട്ടമാണ്. സ്കൂളിങ്ങിൽ നമ്മൾ കമ്പ്യൂട്ടർ വരുന്നു, കമ്പ്യൂട്ടർ യുഗം വരുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താലും ഈ പരിപാടികൾ ഇത് കട്ട് ചെയ്യുന്നു, അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു CD റൈറ്റ് ചെയ്താൽ പോലും അത് ഭയങ്കര അത്ഭുതത്തോടെ എൻ്റെ അച്ഛനും അമ്മയും നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇത് ഇമ്പ്രസ്സായെന്നറിയില്ല. കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ കുറേ സോഫ്റ്റ്വെയർസൊക്കെ എവിടെന്നെങ്കിലൊക്കെ നമ്മൾ അന്നത്തെ CD-യിലും ഒക്കെ വാങ്ങി റൈറ്റ് ചെയ്തിട്ടപ്പോൾ ഈ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഞാൻ ഈ വേറെ ഒന്നും നോക്കാതെ അത് ചുമ്മാ ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ ചെയ്ത് തനിയെ പഠിക്കുന്നതല്ല, ചെയ്ത് വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ കൂട്ടുകാരന്മാരുടെ മീശ മാറ്റുക, കൊമ്പ് വരയ്ക്കുക, അപ്പോൾ അത്തരം പരിപാടികളിൽ നിന്ന് തുടങ്ങിയ ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന കളികളായതുകൊണ്ട് മറ്റേ സിനിമയിൽ പറയും പോലെ അവൻ നന്നായെന്നാണ് തോന്നുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് വീട്ടുകാരും വന്നു. അപ്പം അതുകൊണ്ട് വലിയ പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. അതെ. പിന്നെ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യം അത് കയ്യിലുണ്ടായിരുന്നോ, അതോ ഉണ്ടെങ്കിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ? അല്ല, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നും ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള മേഖല സിനിമയാണ്. സിനിമയിൽ ഡിസൈൻ എവിടെയാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിപാടി എവിടെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് മേഖലയുണ്ട്. എനിക്കെന്തോ ഈ ഫോട്ടോഷോപ്പും സിനിമയും ഒക്കെ റിലേറ്റഡായി. അതായത് ഞാൻ പണ്ട് ഏതോ ഒരു പത്രത്തിൽ കണ്ട ഈ സപ്ലിമെൻറ്റിൽ വന്ന എന്തോ ഒരു ന്യൂസാണ്, എനിക്കതിപ്പോൾ നല്ല ഓർമ്മയില്ല. പക്ഷെ അത് എന്നെ ഒരു വല്ലാത്ത രീതിയിൽ ഇൻസ്പയർ ചെയ്തു. അതായത് അന്യഭാഷാ സിനിമകൾ മലയാളത്തിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനറിനെ പറ്റിയുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ അത് നോക്കിയപ്പോൾ കൊള്ളാം. അന്യഭാഷാ സിനിമകളുടെ ടൈറ്റിലുകൾ അതേപോലെ മലയാളത്തിൽ ഡിസൈൻ ചെയ്യുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഓൾറെഡി ചെറുതായിട്ടൊക്കെ ഈ പേപ്പറിലൊക്കെ ചുമ്മാ നമ്മൾ എഴുത്തും വായനയൊന്നും ഇല്ലെങ്കിൽ ഈ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇതുപോലത്തെ ക്രിയേറ്റീവായിട്ടുള്ള പരിപാടി കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാക്കി സ്റ്റിൽസ് വെച്ചിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം. ആദ്യം ചെയ്ത പോസ്റ്റർ ഓർമ്മയുണ്ടോ? ആദ്യം ചെയ്തത് ഈ കമ്പ്യൂട്ടർ പരിപാടിയൊക്കെ കിട്ടിയപ്പോൾ സിനിമയുടെ പോസ്റ്ററല്ല, ഞാൻ കരഞ്ഞ് കാല് പൊട്ടിച്ച് അച്ഛൻ അവസാനം എന്നെ കെൽട്രോണിൽ ചേർത്തു. കെൽട്രോണിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡമ്മി മൊബൈലിൻ്റെ പാക്കേജാണ് ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത്. ഓറിയോൺ എന്നൊക്കെ പറഞ്ഞ ഒരു പേരൊക്കെ ഇട്ട്, എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു സാധനം അതിപ്പോഴും എൻ്റെ ഉണ്ട്. പിന്നെ സിനിമയിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കടുത്ത പൃഥ്വിരാജ് ഫാനാണ്. രാജുവേട്ടൻ്റെ സിനിമകളിലൊക്കെ സ്റ്റിൽസൊക്കെ നമുക്ക് കിട്ടും അന്ന്, ഈ ബാനർ ഫ്ലെക്സ് അടിക്കാനൊക്കെ. ഞാൻ ഈ ഫ്ലെക്സ് ഡിസൈൻ ചെയ്യും. അതല്ലാതെ ഞാനത് വളരെ പേഴ്സണലായിട്ടിരുന്ന് വീട്ടിലിരുന്ന് ആ സിനിമ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ ഊഹം ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഒരു വേർഷൻ പോസ്റ്റർ ഇറക്കും. അപ്പം അന്ന് ഓർക്കൂട്ടിൽ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലായി ഇതിലൊരു എന്തോ ഒരു സ്കില്ല് ഉണ്ട്, ചെറുതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയതാ. അതെ. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യുകയും ഈ ഫാൻ ബോയിയെ പൃഥ്വിരാജ് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത് ആക്ച്വലി ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഫാൻസ് അസോസിയേഷനിൽ ചേർന്നു. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ പുള്ളിയെ പോയി കാണുന്നു. അപ്പോൾ ഈ ഡിസൈനർ എന്ന നിലയിലൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ചില ഡിസൈൻസൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എൻ്റെ പ്രസൻസ് ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ആരോ ഒരാൾ എവിടെയോ ചെയ്ത് അത് പുള്ളി കാണുന്നു, ഇത് കൊള്ളാമോ, ഇത് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുള്ള സമയത്ത് നമുക്ക് ആ ഹാപ്പിനെസ് മതി, പുള്ളി കാണുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ അറിയില്ല. പിന്നെ ഈ എസ്രയുടെ ഒരു സിനിമ അതിൻ്റെ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനൊരു ആളെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സീനിയർ ചേട്ടനുണ്ട് ആൽവിൻ എന്ന് പറഞ്ഞിട്ട്, ക്രിസ്റ്റി സിനിമയുടെ ഡയറക്ടറാണ്. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് നീ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നു. അങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിന് രാജുവേട്ടനെ കണ്ട് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഫാൻസിലൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. റെക്കമെൻഡേഷൻ വർക്കായില്ല. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യുക, നിർത്തുക, വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാവും. ഈ ഡിസൈനിങ് പരിപാടി എന്താണെന്നുള്ളത് അവർക്ക് പിന്നീട് അതങ്ങോട്ട്
വർക്കാവുന്നില്ല. അന്നത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഞാൻ ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുക, സെറ്റിൽ ആവുക എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തു, ഈ പരിപാടിയൊക്കെ ട്രൈ ചെയ്ത് വന്ന സമയത്ത് എല്ലാം വർക്കായി. അതെ. ഓക്കെ, ആ സന്തോഷത്തിൽ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ട് പറയും? തുടരുമെന്ന സിനിമയിലെ ലാലേട്ടൻ്റെ പടത്തിലെ സോങ് പ്ലേ ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഡിസൈനിങ്ങിന്റെ രംഗത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് എസ്രയുടെ പോസ്റ്റർ വരുമ്പോൾ, ആ സമയത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ ഡാർക്കായിട്ടുള്ള ഒരു പാലറ്റാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തത്. ആ സിനിമയും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് മാജിക് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. ആ പോസ്റ്ററുകളിൽ നിന്ന് തന്നെയാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അത്തരത്തിൽ സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് താങ്കൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. അത് എത്രമാത്രം സഹായകമായി, അല്ലെങ്കിൽ അതൊരു പ്രഷർ തരുന്നുണ്ടോ? ഇല്ല, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മുടെ പോസ്റ്ററുകൾ വർക്കാവുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ റിലേറ്റ് ആവുന്നു എന്നുള്ളത് നമ്മുടെ സിനിമ ആസ്വാദനം കൂടിയാണ്. ഞാൻ ഒരുപാട് സിനിമ കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു ഹൊറർ സിനിമ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതിന് ഒരു ചെറിയതായിട്ടുള്ള ഐഡിയ എനിക്കുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഹൊറർ സിനിമകളുടെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ ഹൊറർ ത്രില്ലർ, എസ്ര നമ്മുടെ ഫേവറേറ്റ് ആക്ടർ അഭിനയിക്കുന്ന ഒരു ഹൊറർ സിനിമയാണെന്ന് കൂടെ അറിയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ എനിക്ക് എൻ്റെ ഫോട്ടോഗ്രാഫർ കാണിച്ചു തന്നപ്പോൾ കാര്യം പിടികിട്ടി എന്താണെന്നുള്ളത്. അവരും കുറച്ച് ലോ ലൈറ്റിലൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പം നമ്മൾ പോസ്റ്റർ ഓബിയസ്ലി ആ ഒരു ഡാർക്ക് ടോൺ പിടിച്ചാൽ തന്നെ ഈ സിനിമ എന്താണെന്നുള്ള ആളുകളുമായിട്ട് കൺവേ ആവും. അപ്പോൾ അതുകൊണ്ട് എസ്രയുടെ പരിപാടികൾ നമുക്ക് ഓക്കെ ആയിട്ട് വന്നു. ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പൊതുവേ സിനിമ എന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ചെയ്യണത്. ഇപ്പോൾ കുറച്ചുകൂടി പണ്ടത്തെയും കാട്ടി എനിക്ക് തോന്നുന്നു പോസ്റ്റേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ലുക്കുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാലമാണ്. അതിനൊരു അനൗൺസ്മെൻറ്റ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത്രയും പ്രഷറുണ്ട്, നല്ല രീതിയിൽ പ്രഷറുണ്ട്. അത് എല്ലാ സിനിമയ്ക്കും അല്ല, വലിയ സൂപ്പർ താരങ്ങളുടെ സിനിമയ്ക്ക് ഫസ്റ്റ് ലുക്ക് വരുമ്പം കുറച്ചധികം പ്രഷറുണ്ട്. നമ്മൾ കുറേ ആൾക്കാരെ ഇതിനായിട്ട് ഡീൽ ചെയ്യാറുണ്ട്. എത്ര പേരെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തു എന്നൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് പ്രഷറൊക്കെ ഉണ്ട്. അതെ അതെ. എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടേഴ്സിന് വരെ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നൊരു റിലീസായിരുന്നു. അപ്പോൾ അത് എങ്ങനെയായിരുന്നു ആ ഒരു പ്ലാൻ പറയുമ്പോൾ മനസ്സിൽ? ലൂസിഫറിൽ നമ്മൾ അത് ഓൾറെഡി ചെയ്ത കാര്യമാണ്. ഇത്തവണ എമ്പുരാനിൽ ചെയ്തപ്പം പോസ്റ്ററിൻ്റെ ഒപ്പം അവരുടെ തന്നെ ഒരു ബൈറ്റ് കൂടെ വീഡിയോ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വിട്ടത്. നേരത്തെ പ്ലാൻഡ് ആണ് അതെല്ലാം. എത്ര ആർട്ടിസ്റ്റിൻ്റെ പോസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻഡ് ആണ്. അത് ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചു. അതിനെ നമ്മൾ എന്താ പറയുക, ഒരു സിനിമയുടെ ഒരു തംബ്നെയിൽ പോലെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെയായിരിക്കും ഒരു സീനിൽ വരുന്നത് എന്നുള്ള ഒരു ചെറിയൊരു രൂപരേഖ പോലെയാണ് ഈ ക്യാരക്ടർ പോസ്റ്റേഴ്സ്. നമ്മൾ സിനിമ കാണുമ്പോൾ ഇതൊക്കെ കണക്റ്റ് ആവും. ഈ ഫോട്ടോ ഇവിടെയായിരുന്നു, ഈ സീൻ ഇങ്ങനെയാണെന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു ലൂസിഫർ തൊട്ട് അതൊരു ഡയറക്ടറിൻ്റെ ഒരു വിഷനാണ്. പുള്ളി പറയുന്നൊരു കാര്യമാണ്. വേറെ ഒരിടത്തും കട്ട് ചെയ്ത് മാറ്റി വെക്കാതെ ആസ് ഇറ്റ് ഈസ് സിനിമയിൽ എന്താണ് അത് നമുക്ക് പിന്നീട് കാണുമ്പോൾ അത് കണക്റ്റ് ആവും. ഓ, ഈ സീക്വൻസ് ആയിരുന്നു അത്. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അതിൽ. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം. ഈ സിനിമ കാണൽ എന്ന് പറയുന്നത് നമ്മൾ പോസ്റ്ററിൽ നിന്നേ തുടങ്ങുന്നു. ഈ പോസ്റ്ററുകൾ ഡീകോഡ് ചെയ്തുള്ള ഒരുപാട് വ്ളോഗേഴ്സിന്റെ വ്ളോഗുകളൊക്കെ വരാറുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ? അത് കാണുമ്പോൾ എന്താണ് തോന്നാറ്? അത് ഞാനിത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എമ്പുരാൻ്റെ ടൈറ്റിൽ ലോഞ്ചായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു സാധ്യത ഞാൻ കാണുന്നത്. അപ്പോൾ അത് ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം കുറേ കൂടി ഭയങ്കരമായിട്ട് ചർച്ചയായല്ലോ ലൂസിഫറിലെ കണ്ടന്റിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിനെ പറ്റി അനൗൺസ് ചെയ്യുമ്പം എന്തോ ഒരു അസ്വാഭാവികമായിട്ടുള്ള ടൈറ്റിലിംഗ് ആണ്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ടൈറ്റിലിംഗ് ഡിസൈനാണ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോ എഴുത്തിനും ഓരോ നിറത്തിനും എന്തോ അർത്ഥമുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ എമ്പുരാൻ വന്നപ്പം ഒരുപാട് തിയറീസ് വന്നു. ഭയങ്കരമായിട്ട് ഇന്ന സിമ്പിൾ ഇതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പറയുമ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ പോലും അറിയാതെ ഒരു അധോലോകമായി മാറി. കുറേ മീനിങ് ഫുള്ളായിട്ട് കുറേ സാധനങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു അത് ആരും ചിന്തിക്കാത്ത കുറേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേ തിയറീസൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയില്ല, നമ്മൾ പോലും അറിയാതെ. അതെ, ചില തിയറീസൊക്കെ ഉദ്ദേശിക്കുന്നതൊക്കെ അതേപോലെ ആക്യുറേറ്റ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് അവർക്ക് ഉറപ്പില്ല. അവർ പറയുന്നത് ശരിയാണെന്ന് നമുക്കറിയാം, പക്ഷെ നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഒരു പോസ്റ്ററിനകത്ത് ഒരുപാട് കച്ചവട താല്പര്യങ്ങളും കൂടി ഉണ്ട്. അപ്പം അത് ആ ഡിസൈനിൽ വരുമ്പോൾ എത്രമാത്രം പ്രഷർ തരുന്നുണ്ട്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ, എൻ്റെ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, നല്ലൊരു ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ താഴെ കണ്ണ് വിടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വയ്ക്കുമല്ലോ, അതുപോലത്തെ ഒരു പരിപാടി ചിലപ്പം ഈ ഒരു ബിസിനസ് പർപ്പസിന് ചിലപ്പം നടക്കും. അവിടെ നമ്മൾ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആവും. അതായത് ഒരു ലോഗോയോ ഒരു ടെക്സ്റ്റോ മതി ഒരു പോസ്റ്ററിൻ്റെ ഭംഗി പോകാനായിട്ട്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, പറയാനും പറ്റില്ല. കാര്യം പ്രൊഡ്യൂസറിനായാലും ആർക്കാണെങ്കിലും ബിസിനസ് നടക്കണമല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. അതിപ്പോൾ യൂസ്ഡ് ആയ നമുക്ക് കുഴപ്പമില്ല. സിനിമ ഇതാണ്, സിനിമയിൽ ഈ പരിപാടികളാണെന്നുള്ളത് നമുക്കറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ വച്ചു കൊടുക്കും. എവിടെ വേണോ വയ്ക്കാം, അതാണ് അവസ്ഥ.
പക്ഷേ എന്നാലും ഇതുവരെ കണ്ട ഒരു പോസ്റ്റർ പോലും ഒന്നുകൂടി നോക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെയായിരുന്നു 50-ലധികം ചിത്രങ്ങളുടെയും പോസ്റ്ററുകൾ. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഒരു പാട്ട് കേട്ടുകൊണ്ട്. ഏത് പാട്ടായിരിക്കും? പൈങ്കിളിയിലെ ഏതെങ്കിലും ഒരു സോങ്. എൻ്റെ ഇളയ മോൾക്ക് പൈങ്കിളിയിലെ സോങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏത് സോങ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് പൈങ്കിളിയിൽ നിന്നുള്ളൊരു പാട്ട് കേൾക്കാം. ഓക്കെ. ആകാശവാണി നിലയത്തിന്റെ വളരെ തൊട്ടടുത്ത് വളർന്ന ഒരാളാണ് ആനന്ദ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ആകാശവാണിയിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു ആ ഒരു അനുഭവം? അല്ല, എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് നമുക്കറിയണമല്ലോ. ഞാൻ ഈ സ്കൂളൊക്കെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. കയറാൻ പറ്റില്ല, പക്ഷെ കയറണമെന്നുണ്ട്. പിന്നെ അന്ന് നമുക്ക് ആകാശവാണിയിലെ റേഡിയോ പരിപാടികളും കേൾക്കുന്ന ഒരു സമയമാണല്ലോ. അന്ന് ദൂരദർശൻ കഴിഞ്ഞിട്ട് പിന്നെ ആകാശവാണി, അത് കഴിഞ്ഞ് പിന്നീട് കേബിൾ വന്നപ്പോഴും എൻ്റെ അച്ഛൻ എന്താണ് ഒരു റേഡിയോ വെച്ചിട്ട് വീടിൻ്റെ പുറത്തിരിക്കും, കുറച്ച് കപ്പലിൻ്റെയും കഴിച്ചുകൊണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ ഈ നിലയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് ഇന്ന് ഈ ഒരു രീതിയിൽ അത് കയറാൻ പറ്റിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ ആഗ്രഹിച്ച സ്ഥലത്ത് അതെ അത് ഭയങ്കര ഭാഗ്യമായിട്ട്. ഞാൻ അതുകൊണ്ട് ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഞാൻ മറത്തൊന്നും പറയാതെ വന്നേക്കാന്ന് പറഞ്ഞാൽ ആകാശവാണി അത്രയും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എൻ്റെ. ഞങ്ങൾക്ക് വളരെ സന്തോഷം താങ്കളുടെ കഥ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നതിൽ. നമ്മൾ നേരത്തെ എസ്രയിലേക്ക് എത്തിയ കാര്യം പറഞ്ഞു. പിന്നെയും ഇതൊരു കരിയർ ആക്കാമെന്ന് എസ്ര ചെയ്യുമ്പോഴത്തേക്ക് ആലോചന ഉണ്ടായിരുന്നു? അതെ, എസ്ര ചെയ്തപ്പോൾ ഒരു സിനിമ ചെയ്യുക എന്നുള്ള നമ്മുടെ ആഗ്രഹം കഴിഞ്ഞു. എൻ്റെ വൈഫ് തന്ന ഒരു സപ്പോർട്ടും ഉണ്ട്. കാര്യം എസ്രയ്ക്ക് നല്ലൊരു റിസപ്ഷൻ കിട്ടി. നമുക്ക് കൊള്ളാം, പരിപാടികൾ കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് വേറെ പ്ലാനിങ് ഒന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളെ വിളിക്കുന്നത്. ആനന്ദിനെ കൊണ്ട് വേറൊരു സിനിമ ചെയ്യിപ്പിച്ചാൽ കൊള്ളാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി. അതായത് നമ്മൾ ചെയ്യുന്ന വർക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ നമ്മളെ കൊണ്ട് അടുത്തൊരു പടത്തിന് ട്രൈ ചെയ്യിപ്പിക്കാൻ നോക്കിയാണ്. അപ്പോൾ മാക്സിമം നമ്മളത് ട്രൈ ചെയ്യണം. അപ്പം നമ്മുടെ ഫാമിലി ആണെങ്കിലും നമുക്ക് സപ്പോർട്ട് വരുന്നു. അങ്ങനെ ടിയാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് കിട്ടുന്നത്. ടിയാനും കൂടെ ഞാൻ ചെയ്തതിന് ശേഷമാണ് ഓക്കെ ഇതാണ് എൻ്റെ ഒരു വഴി എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ട് ആ മേഖലയിലോട്ട് തന്നെ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ടുണ്ട്. പടം കൂടെ ഹിറ്റാവണം കേട്ടോ. ഈ എസ്ര അങ്ങനെ ഒരു ഹിറ്റായത് കൊണ്ടാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസൈൻ ചെയ്തു പോയി. പടം കൂടെ ഹിറ്റാകുമ്പോഴാണ് അത് ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. ഓക്കെയാണത്. അതെ, ഒരു 10 വർഷം മുന്നേ വരെയും ചുവരുകളിലായിരുന്നു ഇത്രയും വലിപ്പത്തിൽ നമ്മൾ ആൾക്കാരുടെ പോസ്റ്ററുകൾ കണ്ടിരുന്നത്, അല്ലെങ്കിൽ സിനിമകളുടെ പോസ്റ്ററുകൾ കണ്ടിരുന്നത്. ഇന്ന് അതെല്ലാം നമ്മൾ ചുരുങ്ങി നമ്മുടെ മൊബൈലിൽ ആണ് നമ്മൾ കൂടുതലും കാണുന്നത്. വലിയ ഹോർഡിങ്ങുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് രണ്ടാണ് കൊണ്ട് തന്നെ ഈ ഡിസൈൻസിലും ആ വ്യത്യാസമില്ലേ? ഡിസൈനിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു തുടക്കത്തോടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ മേഖല കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിലോട്ട് വന്നു. എൻ്റെ ക്രിയേറ്റീവ്സ് സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊബൈലിൽ കാണുന്ന കളറല്ല പ്രിൻ്റ് അടിച്ച് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അതായത് ഞാൻ മൊബൈലിൽ കാണുന്ന ഒരു ഡിസൈൻ ഞാനത് അതേപോലെ തന്നെ പ്രിൻറ്റിന് അയച്ചു കഴിഞ്ഞാൽ ആ ഭംഗി ഉണ്ടാവണമെന്നില്ല. കാര്യം അവർ ആ ക്വാളിറ്റി പ്രിൻറ്റിങ് ആയിരിക്കും. ചിലപ്പം ഒരു പ്രിൻറ്റിൽ അത്രയും കളറുകൾ വരുന്നുണ്ടാവില്ല. ഭയങ്കര ഡിഫറൻസ് ആണ്. ഇപ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആയിരിക്കും ആളുകൾ നമ്മുടെ ഈ ബിസിനസ് പരമായിട്ടും ശ്രദ്ധിക്കുന്നത്. പല പല സ്ഥലത്ത് ഇത് റീച്ച് ആവുകയാണ്. ഔട്ട്ഡോർ പബ്ലിസിറ്റി നമ്മൾ നോർമലി കാണുമ്പോൾ ഹോർഡിങ്ങും കുറച്ച് വാൾ പോസ്റ്റേഴ്സായിട്ടൊക്കെ ഒതുങ്ങി കഴിഞ്ഞു. കൂടുതൽ അതിനു വേണ്ടി ചിലവാക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കളറിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന കൺഫ്യൂഷനൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് മാറി തുടങ്ങി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻറ്റിന് അയക്കുമ്പോൾ കുറച്ചുകൂടി വേറൊരു രീതിയിൽ കളർ ചെയ്തിട്ട് വേണം. സോഷ്യൽ മീഡിയ കാണുന്ന ചില പോസ്റ്ററുകൾ, എല്ലാവരും കൊള്ളാമെന്ന് പറയുന്ന പോസ്റ്ററുകൾ പ്രിൻ്റ് അടിച്ച് വരുമ്പോൾ കാണാൻ പോലും പറ്റില്ല, ഇരുട്ട്. ഒന്നാമത്തെ കാര്യം ഡാർക്ക് പാലറ്റൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ തന്നെ ആലോചിച്ച് നോക്കുക, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടപ്പോൾ കാര്യമില്ല എന്നുള്ളത്. ഇപ്പം കുറച്ചുകൂടി എല്ലാം മനസ്സിലാക്കി ബാലൻസ് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ അടുത്ത ചോദ്യം അതിലേക്ക് വരികയാണ്. മിക്കവാറും ഡാർക്ക് പാലറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ സിനിമകളുടെ ആ സ്വാധീനം മാത്രമാണോ ഇങ്ങനെ ഡാർക്ക് പാലറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യം? ഓരോരുത്തർക്കും ഓരോ കളർ സെൻസ് ഉണ്ട്. എസ്ര അതിന് അങ്ങനെ ഒരു ഡാർക്ക്നെസ് വേണം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഡാർക്ക്നെസ്. അത് ചില സിനിമകളിൽ വർക്കാവും, ചില സിനിമകളിൽ വർക്കാവില്ല. ഞാൻ കളർഫുൾ ബ്രോഡാഡി പോലത്തെ സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇതിപ്പം എമ്പുരാൻ ചെയ്യുന്നു. അപ്പോൾ എമ്പുരാൻ്റെ ഒരു സെറ്റിംഗ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർ കളേർഡ് പോസ്റ്റേഴ്സ് ഒരിക്കലും വർക്കാവില്ല എന്ന് എനിക്ക് അറിയാം. ഞാൻ മാത്രമല്ല, അതിൻ്റെ രാജുവേട്ടനാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു കളറിങ്ങാണ് പ്രിഫർ ചെയ്യുന്നത്. ചിലർ പറയും നമ്മുടെ അടുത്ത് നിൻ്റെ ഡാർക്ക് പരിപാടിയാണ് എനിക്കിതിൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ചെയ്യും. അതേ സമയം കളറിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡാർക്ക് പാലറ്റാണ്. എന്നാലും ഈ പാലറ്റ് ഫിക്സ് ചെയ്യുന്നതിൽ എത്രമാത്രം അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്, സംവിധായകൻ തുടങ്ങിയ ആൾക്കാർക്ക് സ്വാധീനമുണ്ട്? ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡയറക്ടറിനെയാണ്. എൻ്റെ ഒരു പോസ്റ്റർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്
ഒരു ഡയറക്ടറിൻ്റെ വിഷൻ കൂടെ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ഇവരുടെ ഒരു ഇൻപുട്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ ക്രിയേറ്റീവ് തോട്ട് രണ്ടാമതാണ് അതിലിട്ട് ഞാൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്ക് വേണ്ടത് എൻ്റെ സംവിധായകൻ പറഞ്ഞു തരണം എനിക്കിതാണ് വേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു എഫേർട്ട് ഒരു പോസ്റ്ററിന് ഇട്ട് കഴിഞ്ഞിട്ട് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് കുറച്ച് ഇതാവും. അവരെ സംബന്ധിച്ച് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ളതായിരിക്കും തോന്നൽ. പക്ഷെ അത് അങ്ങനെയല്ല. ക്രിയേറ്റീവ് പ്രോസസ്സ് എപ്പോഴും നമ്മളൊരു എന്തിൽ ചെയ്താലും, ഫോട്ടോഷോപ്പ് ആണെങ്കിലും എഴുത്താണെങ്കിലും നമ്മളെ ബ്രെയിനിലിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത് ഈസി അല്ലേ എന്ന് പറയുന്നിടത്താണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. എനിക്കിത് 2 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. തെറ്റാണ്. 2 മിനിറ്റിൻ്റെ കാര്യമല്ല വിഷയം. ഇത് തലച്ചോറിൽ നടക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതൊരു പ്രശ്നമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഡയറക്ടറിൻ്റെ വിഷൻ ഞാൻ ആദ്യം കേൾക്കും, എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും, എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലേ ഇത് മാച്ചായി പോവുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാനല്ലല്ലോ ഇത് എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതും. അപ്പം ഞാൻ അവരുടെ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാം ചെയ്യാറുള്ളൂ. നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ടായിരിക്കും? ആടുജീവിതത്തിലെ പെരിയോരെ സോങ് നല്ല സോങ്ങാണ്, അത് കേൾക്കാം. ഇപ്പോൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇലുമിനാറ്റിസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. ഇലുമിനാറ്റിസ്റ്റിനെ കുറിച്ച് ഞാൻ വർക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു സിസ്റ്റം സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. കൂടെയുള്ള 2 പേരെ ഫോൺ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായത് ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിന് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് പാടാണെന്നുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്രയും സിനിമ കൂടെ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ആവണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരു ബ്രാൻഡ് നെയിം സ്വീകരിക്കുന്നു, ഒരു വർക്ക് സ്പേസ് എടുക്കുന്നു. ഒരു ഓഫീസല്ല, ടോട്ടലി ഒരു വർക്ക് സ്പേസ് ആണത്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം കണ്ണൈറ്റൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിപ്പം പ്രവർത്തിക്കുന്നത്. അതെ. അപ്പം ഇലുമിനാറ്റിസ്റ്റ്. അതെ. എന്തുകൊണ്ട് ഇലുമിനാറ്റിസ്റ്റ്? 2 കാര്യം. ഒന്ന്, ഇലുമിനാറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഞാനൊരു ബ്രാൻഡ് നെയിം ഇട്ട് കഴിഞ്ഞാൽ ഇതേ ചോദ്യം എൻ്റെ അടുത്ത് വരണം, എന്തുകൊണ്ട് ഇലുമിനാറ്റിസ്റ്റ്? ആ ഒരൊറ്റ പർപ്പസ് തന്നെയാണ് ആദ്യത്തെ. അതായത് ചോദിക്കണം, ഞാൻ ചെയ്ത സിനിമയിൽ അല്ലെങ്കിൽ എൻ്റെ വർക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് ലൂസിഫറിലാണ്. ലൂസിഫറിലൊരു ഇലുമിനാറ്റി ടച്ച് ഉണ്ട്, ഫോളോഡ് ബൈ എമ്പുരാൻ. അപ്പോൾ അതിലും അത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ആ പേര് ശ്രദ്ധിക്കപ്പെടും. 2, നിങ്ങളുടെ ബ്രാൻഡിനെ ഞാൻ ഇലുമിനേറ്റ് ചെയ്ത് തരും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് ഒരുപാട് ഡാർക്ക് അർത്ഥങ്ങളൊന്നുമില്ല. നമ്മൾ ഒരുപാടൊന്നും ചിന്തിച്ച് വിഷമതനാവേണ്ട കാര്യം വേണ്ട. നിങ്ങളുടെ കണ്ടന്റിനെ ഞാൻ എന്ത് ചെയ്താലും ഇലിമിനേറ്റ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. അപ്പം കൂടുതൽ കണ്ടന്റുകൾ, കൂടുതൽ സിനിമകൾ എല്ലാം ഇലിമിനേറ്റ് ചെയ്തുകൊണ്ട് തുടരാൻ കഴിയട്ടെ. ഇനി ഒരുപാട് സിനിമകളുമായിട്ട് മറ്റൊരിക്കൽ ആകാശവാണിയിലേക്ക് വീണ്ടും വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആനന്ദ് രാജേന്ദ്രൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.